പ്രത്യേകിച്ച് ഇലക്ഷൻ ഏജന്റിനോട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഡയറി ആറിൻ്റെ ഡയറി വെച്ച് മറന്നുപോയി, അതുൾപ്പെടെയുള്ള സാധനങ്ങളൊന്നും എടുക്കണം എന്താണ് ഇലക്ഷൻ ഏജന്റായിട്ടുള്ള കല്ലൂർ മോമാലിയോട് വരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡയറി വെച്ച് മറന്നുപോയത് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഓർമ്മ വരുന്നത്. അതാണ് നമ്മുടെ സംശയം. ഇലക്ഷൻ 9-ാം തീയതി കഴിഞ്ഞു. 9-ാം തീയതി കഴിഞ്ഞത് 20-ാം തീയതി. ഈ 20-ാം തീയതിക്കുള്ളിൽ ഇതുവരെയും ആ ഡയറി വെച്ചതോ അല്ലെങ്കിൽ വേറെ അവിടെ മെറ്റീരിയൽസ് വെക്കേണ്ടതോ ഓർമ്മ അവർക്ക് ഇല്ലാതെ പോയോ? ഇപ്പോഴാണോ അതിൻ്റെ ബോധോദയം ഉണ്ടായത്? അവിടെയാണ് നമ്മൾ സംശയിക്കുന്നത്. ഇതിൽ അകത്ത് ഒരു അട്ടിമറിയുണ്ട്, ദുരൂഹതയുണ്ട്, വലിയ കോൺസ്പിറൻസി ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ആ റൂം സാർ പറ്റും, ആ റൂമിൻ്റെ മുകളിൽ സ്ട്രോങ് റൂം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ സാധാരണഗതിയിൽ ഈ പോളിംഗ് കഴിഞ്ഞാൽ ഈ എല്ലാ ബോക്സും ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാളുണ്ട്. പിന്നെ ഒരിക്കലും ഇതിൻ്റെ അകത്ത് മറ്റാരെയും കയറ്റിവിടാറില്ല. സെൻട്രൽ ഫോഴ്സിന് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇന്നർ പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞു, അതിനകത്ത് വേണമെങ്കിൽ സെൻട്രൽ ഫോഴ്സിന് പോകാം. ഇപ്പം കയറിയത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ഉൾപ്പെടെ കയറിയിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ കയറിയിട്ടുണ്ട്. അവരെന്തിന് കയറി? ആർക്ക് വേണ്ടി കയറി? എന്താണ് അവരുടെ ദൗത്യം? ഇത് കൃത്യമായി ഉത്തരം പറയണം. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു കൗണ്ടിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര സുരക്ഷിതമായി നിൽക്കേണ്ടുന്ന ഒരു ഈ പറഞ്ഞ ഈ കെട്ടിടത്തിനുള്ളിൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാകാറില്ല. ഞാൻ 6 തവണ മത്സരിച്ച ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ സംഭവമില്ല. ഒന്ന്, ഇത് സീൽഡാണ്. ഈ സീൽഡ് ക്യാമ്പസിനുള്ളിൽ എങ്ങനെ കയറുന്നു? എന്തിനു കയറുന്നു? ആർക്ക് വേണ്ടി? ഇത് ദുരൂഹതയുണ്ട്. ഇത് വളരെ കൃത്യമായി ഇതിൻ്റെ ഉത്തരം പറയുന്നത് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ബോക്സ് എത്തിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീൽഡായി. അതെപ്പോഴും തുറക്കും? കൗണ്ടിങ് ദിവസം പുലർച്ചെ മാത്രമേ തുറക്കൂ. ആലോചിക്കണം. അതും തുറക്കുന്നത് എങ്ങനെയാണ്? കൗണ്ടിങ് ഏജൻസിൻ്റെ ചീഫ് ഏജൻസിൻ്റെ പ്രസൻസിൽ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി വിളിച്ചു പറയുന്നു, വരണം എന്ന് പറയുന്നു. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നിരിക്കുന്നു. ഇല്ലേ, ഒരാൾ ഞാൻ പറഞ്ഞത്, ഇവിടെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയെ വിളിച്ചു പറയുന്നു, വരണം എന്ന് പറയുന്നു. സ്ഥാനാർത്ഥി പറഞ്ഞു രേഖാമൂലം എനിക്ക് വേണം എന്ന് പറയുന്നു. രേഖാമൂലം കൊടുക്കുന്നില്ല. എപ്പോഴാണ് കൊടുത്തത്? സ്ഥാനാർത്ഥി എത്തിയതിന് ശേഷമാണ്. ഇവിടെ അത് എത്തുമ്പോഴേക്കും എല്ലാം തുറന്നു വെച്ച് ഇവരെന്ത് ചെയ്യുന്നു ആർക്കും അറിയില്ല. എന്തിനാണ് അകത്ത്, ആരാ അകത്ത് കടന്നത്? അകത്ത് കടന്നവരെ കുറിച്ചൊരു അഡ്രസ്സ് വേണ്ടേ? ആരൊക്കെ അകത്ത് കിടന്നു? അല്ല, ഞാൻ പറഞ്ഞത് ഇല്ല ചീഫ്, ഞാൻ പറഞ്ഞു നോക്കൂ. സാധാരണഗതിയിൽ ഇത്തരം ബോക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കയറണമെങ്കിലും തുറക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും കാൻഡിഡേറ്റ്സ് മസ്റ്റാണ്. കാൻഡിഡേറ്റ്സ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് റൂം തൊടാൻ കഴിയില്ല. ആലോചിക്കണം. അവിടെയാണ് ഈ സംശയമുള്ളത്. എന്തിനാണ്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സെൻട്രൽ ഫോഴ്സ് മാത്രം ഉള്ളിൽ പോകേണ്ട സ്ഥാനത്ത് എന്താ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് പോയി എന്തിനാ പോയത്? എന്താവശ്യം? ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ സ്ഥാനാർത്ഥി ലാഘവമായി സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങാണ്. ഇതെന്തൊരു ഏർപ്പാടാണ്? വെള്ളരിക്ക പട്ടണോ? എന്താ ഏർപ്പാടാണ് ഇത്? അതുകൊണ്ട് നിർബന്ധമായും ഇന്ന് തന്നെ ഞങ്ങൾ ജില്ലാ കളക്ടറെ കാണുന്നു, ഇലക്ഷൻ കമ്മീഷനായി ബന്ധപ്പെടും. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാരാണ്? അവരുടെ നിർബന്ധമായി ആക്ഷൻ എടുത്തേ പറ്റൂ. ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് വരെ ഞങ്ങൾ പോകും. ഈ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുക. പേരാമ്പ്ര ആറോനെ തൽസ്ഥാനത്ത് മാറ്റണം, അടിയന്തരമായി നിർബന്ധമായി മാറ്റണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഇത് രാഘവൻ പറഞ്ഞ പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഡാറ്റ എടുക്കണം. എന്തിന് പോയി, ആരൊക്കെ പോയി എടുക്കണം. ഇദ്ദേഹത്തിന് ചുമതല മാറ്റണം. ഈ ഇന്നർ പെരിമീറ്റർ ഏരിയ പൂർണ്ണമായും BSF നേതൃത്വമാണ്. അതിന് സ്ട്രോങ് റൂമിൻ്റെ പരിസരത്ത് വെച്ച സ്പെയർ റൂം പൂർണ്ണമായും അടച്ചുപൂട്ടണം. ഇത്രയാണ് ഞങ്ങൾ ആവശ്യം. ഒരു മിനിറ്റ് വൈകാതെ അവിടെ ഒരു BSF നിങ്ങൾ കേൾക്കണം.
ഒരു BSF-കാരനുണ്ട് അവിടെ ആര് കയറി ചെന്നാലും നമ്മളെ ചന്ത പോലെ പോയ പോലെയാ, ഒരു പ്രശ്നമില്ല അവിടെ. ഒരു പ്രശ്നം ഞാൻ ചോദിക്കുന്നത്, മെയിൽ ഫീമെയിൽ പ്രവാസി വോട്ട് വെരിഫൈ ചെയ്യാൻ സ്ട്രോങ് റൂമിൽ വരണോ? കാൻഡിഡേറ്റ് കണ്ടതല്ലേ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോയി നോക്ക്, ഇവിടുന്ന് കാണുന്ന യാതൊരു കർശനം അവിടെ ഇല്ല. അവിടെ ചെന്ന് ആർക്കും കയറിച്ചല്ല അവിടെ. ഈ സാമഗ്രി റൂമിലുള്ള ഇടപെടൽ കാരണം ഈ പോളിംഗ് മെഷീൻ എന്തെങ്കിലും തരത്തിൽ ക്രമക്കേട് നടത്താനാണല്ലോ ഇത് ക്രമക്കേട് നടത്താൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പേരാമ്പ്ര RO-നെതിരെ കർശന നടപടി അദ്ദേഹം തൽസ്ഥാനത്ത് ഇപ്പോൾ മാറ്റണം. കാരണം ഗുരുതരമായ വീഴ്ചയുണ്ടായിരിക്കുന്നത്. ഇതെല്ലാവർക്കും മാതൃകയാവണം. പേരാമ്പ്രയിൽ സംഭവിച്ചത് മറ്റൊരു സംഭവിക്കാതിരിക്കണം. ഏതായാലും ശ്രമം നടത്തി. ഇപ്പൊ തന്നെ എന്തെങ്കിലും നടന്നു പറയാൻ പറ്റില്ല. കാരണം ഇത് ഉള്ളിൽ കിടക്കുകയല്ല. റൂം സ്ട്രോങ് റൂമിനാണ്. ഒരു വ്യക്തത. അവിടെ ഒരു കോര് തുറക്കാൻ പാടില്ല, അതാണ് ഇലക്ഷൻ റൂള്. എന്തിനു തുറന്നു? അവിടെ പ്രശ്നം. ചിലപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയില്ലേ, 2 ഏജന്റ് ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല. ഒരു കാരണവശാൽ കൗണ്ടിംഗ് ഡേ രാവിലെ ചീഫ് അന്ന് മാത്രം തുറക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ, അല്ല ഒരു മിനിറ്റ് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ചീഫ് ഒരു റൂമിലാണ് ഈ പ്രമിസസിൽ ആർക്കും വരാൻ പാടില്ല. കൗണ്ടിങ്ങിന് ഇത് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, പ്ലീസ്. നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഏജന്റിന്റെ സാന്നിധ്യത്തിൽ പോലും തുറക്കാൻ പാടില്ല. കൗണ്ടിങ്ങിന് അന്ന് മാത്രമേ തുറക്കാൻ. കേട്ടോ?